ഇത് മഞ്ഞപ്ര മാസ് മോട്ടോഴ്സിനായിരുന്നു. നമ്മുടെ ഹോണ്ട ആക്റ്റീവ ഉണ്ട്, നമ്മളത് വർക്കിന് കയറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ കംപ്ലയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി പിക്കപ്പ് ലോയും അതുപോലെ ബ്രേക്ക് ചെക്ക് ചെയ്യുക, അതുപോലെ എഞ്ചിനൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ബ്രേക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. നമ്മൾ ബാക്കിലെ ബ്രേക്സ് നമുക്കത് മാറ്റാറായിട്ടുണ്ട്. ബാക്കിലെ ബ്രേക്സ് നമുക്കത് മാക്സിമമാണ്. ബാക്കിലെ ബ്രേക്സും നമുക്കത് മാറ്റാറായിട്ടുണ്ട്. അതുപോലെ പിക്കപ്പിലോ അതിൻ്റെ കംപ്ലയിൻറ്റ് കാണിച്ചിട്ട് ക്ലച്ചിൻ്റെ ഉള്ളിലത്തെ ഒരു കംപ്ലയിൻ്റ് ആയിരുന്നു. ക്ലച്ചിൻ്റെ ഉള്ളിൽ ഈ ഒരു ഓയിൽ സീലും അതുപോലെ ഇവിടുത്തെ 2 ഓയിൽ സീലും ലീക്ക് വന്നിട്ട് അത് ബെൽറ്റിലെ ഓയിൽ നനവ് കാരണം കൊണ്ട് ബെൽറ്റ് കറക്റ്റായിട്ട് ആ പുള്ളിയിൽ പിടിക്കാത്തൊരു കംപ്ലയിൻ്റ് ആയിരുന്നു. അതായത് ക്ലച്ച് പുള്ളിയിൽ പിടിക്കാത്തൊരു കംപ്ലയിൻ്റ് ആയിരുന്നു. ബെൽറ്റ് സ്ലിപ്പായി പോകുന്നൊരു കംപ്ലയിൻ്റ് ആയിരുന്നു ആ പിക്കപ്പിൻ്റെ ഒരു കംപ്ലയിൻറ്റ് കാണിച്ചത്. നമ്മൾ ആ ക്ലച്ച് അയക്കുമ്പോഴൊരു കംപ്ലയിൻറ്റ് വേറെ കൂടി ഉണ്ട്. എന്താ പറഞ്ഞാൽ ഈ ക്ലച്ച് പുള്ളി നമുക്കത് മാറ്റിക്കളയാം. ഇതിന് ഈ ത്രെഡിന് കംപ്ലയിൻ്റ് ഉണ്ട്. ഈ ക്ലച്ച് ഇതാണ് ക്ലച്ച് പുള്ളി ടൈറ്റ് ചെയ്യാൻ നെറ്റ്. ആ നെറ്റിൻ്റെ കൂടെ ഉണ്ട് ഈ തുരുമ്പിൻ്റെ ഒരു ചെറിയൊരു അംശം കണ്ടു. അത് ചെറുതായിട്ട് നെറ്റ് ലൂസായി കിടക്കുമായിരുന്നു. അപ്പോൾ ഈ ത്രെഡ് കംപ്ലയിൻറ്റ് കാരണം കൊണ്ടാണ് അങ്ങനെ വന്നത്. അപ്പോൾ ഈ ക്ലച്ച് പുള്ളി നമുക്കത് മാറ്റണം. ഇതന്നെ നമുക്കിനി ഉപയോഗിക്കാൻ പറ്റില്ല. ഞാനിനി ഇതിനെ എങ്ങനെയും ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫുള്ളായിട്ട് നെറ്റ് ഊരിപ്പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ വഴിയിൽ പെട്ടുപോകും നമ്മൾ. അപ്പോൾ ഈ ക്ലച്ച് പുള്ളി നമുക്കത് മാറ്റണം കേട്ടോ. അതുപോലെ ക്ലച്ച് പുള്ളി മാറ്റുന്ന കൂട്ടത്തിൽ തന്നെ അതിൻ്റെ റോളറും അതിൻ്റെ പിന്നും കൂടി നമുക്ക് ചേഞ്ച് ചെയ്ത് വെക്കണം. ഓക്കെ. അപ്പോൾ അതുപോലെ തന്നെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എഞ്ചിൻ ഓയിൽ മോശമാണ്. എഞ്ചിൻ ഓയിൽ മാറ്റാറായിട്ടുണ്ടാകും. അത്യാവശ്യം നല്ല രീതിയിൽ മോശമാണ്, നല്ല രീതിയിൽ കളർ ഫെയ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ എഞ്ചിൻ ഓയിൽ കൂടി മാറ്റണം. ഞാൻ ആ നിലവിൽ വരുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് പറയാം. ബാക്കിലെ ബ്രേക്ക് ഷൂ അതുപോലെ ക്ലച്ച് പുള്ളി, ആ 2 ഓയിൽ സീല്, എഞ്ചിൻ ഓയിൽ അടക്കമുള്ളൊരു എസ്റ്റിമേറ്റ് പറയാം. നോക്കിയിട്ടൊന്ന് റിപ്പയർ ആണ്. ഓക്കെ.